ഞങ്ങൾക്ക് കുറേ ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയൊക്കെ ശരിക്കറിയില്ല. ഞാൻ ബഹുത്ത് 2-3 ടൊവിനോ ഉണ്ടല്ലോ, ഓരോരുത്തർ ഓരോ വിധത്തിലാണ്. എന്തായാലും നല്ല ഞാൻ കേൾക്കുന്നുണ്ട്, ഭയങ്കര ഹൈപ്പാണ്. ചോദ്യം സത്യത്തിലൊന്നും പ്രാർത്ഥിക്കാറില്ല. അപ്പം ചെയ്യുമ്പോൾ അറിയായിരിക്കുമല്ലോ, നമ്മളെക്കാൾ ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ നിൽക്കാറേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് ഏൽപ്പിച്ച് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. അല്ലാതെ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾക്കൊരു മനസ്സിനെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ആ ഒരു എനർജിയുടെ മുന്നിൽ പോയി നിൽക്കാൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ദൈവം ഏതോ? ചിലർക്ക് ഗുരുവായൂർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചില അമ്പലങ്ങളൊക്കെ അങ്ങനെ. അതെനിക്ക് പേടിയാ. ഒരാൾ പറഞ്ഞ് മറ്റേ പണിയാലോ. ഞങ്ങൾക്ക് കുറേ ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോരോ ആളായിരുന്നു പ്രാർത്ഥിക്കാറ്. ഭക്തി വരെ ചോദ്യം ചെയ്യും. എൻ്റെ ഭക്തി ചോദ്യം ചെയ്യപ്പെട്ടു. വിശ്വാസത്തെ ചോദ്യം ചെയ്യും അല്ലേ? എൻ്റെ ദൈവമേ, സുരഭിയുടെ അങ്ങനെയല്ലേ ഞാൻ കോമഡി പറഞ്ഞതാട്ടോ. ഇനി അതൊന്നും ഇട്ട് നിങ്ങളെ ക്യാപ്ഷൻ ഇടരുത്. പുതിയതിപ്പോൾ ഇറങ്ങാനുള്ള സിനിമ ARM എന്ന് പറഞ്ഞിട്ട് ടൊവിനോൻ്റെ പേരായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അതാണ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ പൂച്ച കഴിഞ്ഞ് കൈയടിക്ക് തുടങ്ങി. അപ്പോൾ അതാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. പിന്നെ വേറെ എണ്ണത് ചിലപ്പോൾ ഫെബ്രുവരിയിൽ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, തുടങ്ങുമായിരിക്കും. ഞാനും കേൾക്കുന്നുണ്ട്, ഭയങ്കര ഹൈപ്പാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ടൊവിനോയും അതുപോലെ ജിതിൻ ഡയറക്ടർ, ജോമോൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയ എന്താ പറയുക ടെക്നിക്കൽ സൈഡിലും ആക്ടർ സൈഡിലും ഒക്കെ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോൾ വരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് അത് നല്ലൊരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കും. ആ, ശരിയായിട്ട് രണ്ടുമുണ്ട്. ഏതാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രണ്ട് ടൈപ്പാണ്. പക്ഷെ ടൊവിനോ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങൾക്കും മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്. പാൻ ഇന്ത്യ ഫിലിം അല്ലേ? അതെ. അപ്പം എല്ലാ ഭാഷകളിലേക്കും ചേച്ചി തന്നെ? അല്ലല്ല, ഞാൻ ഇനി എല്ലാ ഭാഷയും സംസാരിച്ച് കേൾക്കാം. ഡബ് ചെയ്ത് മലയാളം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തെലുങ്കൊക്കെ ഉണ്ട്. അത് തുടങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഹിന്ദിയൊക്കെ ശരിക്കറിയില്ല. ഞാൻ ബഹുത്ത് നമ്മുടെ കല്യാണി പ്രിയദർശനെ സഹായിച്ചിട്ടുണ്ടെന്നൊരു വന്നിട്ടുണ്ടായിരുന്നു. ശേഷം മൈക്കിൾ ഫാത്തിമ. അതെ. അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലെ സ്ലാങ് ആയിരുന്നു. അപ്പോൾ കോഴിക്കോടൻ സ്ലാങ് വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് കുറച്ച് കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും കല്യാണിയൊക്കെ പറഞ്ഞപ്പോൾ പേര് സാറൊക്കെ അവർ അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡബിങ്ങിലാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് പോയതാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഫിലിമാണല്ലേ? എങ്ങനെയാണെന്ന് എല്ലാ 2-3 ടൊവിനോ ഉണ്ടല്ലോ, ഓരോരുത്തർ ഓരോ വിധത്തിലാണ്. എന്തായാലും നല്ല അടിപൊളിയായിരിക്കും. ഇനി അതിൻ്റെ പേരിൽ ഇനി ജിതിനെ എന്നെ വിളിച്ച് ചീത്ത പറയണം. എന്തായാലും അടിപൊളിയായിരിക്കും. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. ആകെ നാണാവും.